ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റ് കേസിൽ ബംഗളൂരുവിൽ 8 ഇഡിയുടെ റെയ്ഡ് NIA രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് 4 പേർ അറസ്റ്റിലായിരുന്നു. KB ശ്രീധരനാണ് വിവരങ്ങളുമായി ചേർന്നത്. ശ്രീധരൻ, ഈ IS-മായി ബന്ധപ്പെട്ട റിക്രൂട്ടിംഗ് കേസിൽ സാമ്പത്തിക ഇടപാടുകളും വലിയ തോതിൽ നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇഡിയുടെ കൂടി പരിശോധന? ISIS-ലേക്ക് യുവാക്കളെ, പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് 4 പേരെ നേരത്തെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് NIA കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ NIA രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി പരിശോധനയ്ക്ക് എത്തുന്നത്. 8 ഇടങ്ങളിലാണ് ബംഗളൂരു നഗരത്തിൽ പരിശോധനകൾ നടക്കുന്നത്. അതായത് ഈ യുവാക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ഫണ്ട് സമാഹരണം നടന്നിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നിന്ന്, ബംഗളൂരുവിലെ പല ഭാഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ കർണാടകയിലെ പലയിടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നത്. നിലവിൽ രാവിലെ 6 മണിയോടുകൂടി ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ ബംഗളൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിവിധ ട്രസ്റ്റുകളിൽ നിന്നും ഇത്തരത്തിൽ പണം ഒഴുകിയിട്ടുണ്ട് എന്നാണ് NIA-യുടെയും ED-യുടെയും കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 4 പേരാണ് നേരത്തെ NIA ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ഷിമോഗയിലും ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് മംഗളൂരു സ്ഫോടനം, ഷിമോഗ സ്ഫോടനം ഉൾപ്പെടെയുള്ള ഈ ഉണ്ടായിട്ടുള്ള ആ സ്ഫോടനങ്ങളിലും ഇത്തരത്തിൽ ISIS മൊഡ്യൂളിന് കാര്യമായിട്ട് പങ്കുണ്ട് എന്നുള്ള ആ ഒരു കേസിൽ പങ്കുണ്ട് എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള കണ്ടെത്തൽ. ഇതോടൊപ്പം തന്നെ പരപ്പന അഗ്രഹാര ജയിൽ കേന്ദ്രീകരിച്ച് മലയാളിയായിട്ടുള്ള തടിയന്റെ വിട നസീറുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ISIS റിക്രൂട്ട്മെന്റ് വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട്. യുവാക്കളെ കൂടുതൽ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ജയിലിനുള്ളിൽ വെച്ച് തടിയന്റെ വിട നസീർ നടത്തി തുടങ്ങിയ കേസുകളൊക്കെ നേരത്തെ തന്നെ NIA അന്വേഷിക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ കൂടി. ഇസ്ലാമിക് സ്റ്റേറ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, അതിന്റെ തുടർച്ചയായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ NIA രജിസ്റ്റർ ചെയ്ത കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 8 ഇടങ്ങളിൽ റെയ്ഡ് ചെയ്യുന്നത്. ബംഗളൂരുവിൽ നിന്നാണ് KB ശ്രീധരൻ വിവരങ്ങൾ നൽകിയത്.